രാധാകൃഷ്ണൻ ചേട്ടൻ്റെ അമ്മയ്ക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാലും ശരീരാസ്വാസ്ഥ്യം കാരണം, നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ രാധാകൃഷ്ണൻ ചേട്ടൻ അമ്മയെപ്പോലെ തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രാധാകൃഷ്ണൻ ചേട്ടൻ്റെ പ്രിയപ്പെട്ട അമ്മ, രാധാകൃഷ്ണൻ ചേട്ടൻ്റെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അമ്മയാണ് സമാഗമത്തിലെ അടുത്ത അതിഥി ശ്രീമതി ആറന്മുള പൊന്നമ്മ. അമ്മ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം അമ്മയെ ഞങ്ങൾ ഈ പ്രോഗ്രാമിന് ചീഫ് ഗസ്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ പക്ഷേ മറ്റൊരാളുടെ ഒരു പ്രോഗ്രാമിൽ വരുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഒരു ശരീരാസ്വാസ്ഥ്യമൊക്കെ ഉണ്ടായിട്ടും അത്രയും തീരെ സുഖമില്ലാത്തതാണ്. ഞങ്ങൾ അന്ന് ആ പ്രോഗ്രാമിന് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് കൊണ്ടുവന്നതൊക്കെ. അപ്പം ഇന്ന് വിളിച്ചപ്പോഴും അമ്മ വരുന്നപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അപ്പം അത്രയും ഒരു ഹൃദയബന്ധം രാധാകൃഷ്ണൻ ചേട്ടനുമായിട്ട് ഉണ്ടായിട്ടുണ്ടാവണം. കൊള്ളാം. രാധാകൃഷ്ണൻ്റെ അമ്മ കമലാക്ഷമ്മ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ തമ്മിൽ പരിചയക്കാരാണ്. രാധാകൃഷ്ണൻ്റെ അച്ഛനും അതിനെത്രയും മുമ്പ് പരിചയമുണ്ട്. ഈ സംഗീതം, ഞങ്ങളൊരു സംഗീതത്തിൻ്റെ കുടുംബമാണ്. അപ്പോൾ അങ്ങനെ അന്ന് മുതലേ പരിചയമുണ്ട്. പിന്നെ കമലാക്ഷമ്മയായിട്ട് ആദ്യമായിട്ട് ഇവിടെ ഒരു മാസം ഈ സ്വാതിരുനാൾ കൃതികൾ പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ പാട്ട് പഠിച്ച് സംഗീത പരീക്ഷ പാസ്സായി സ്കൂളിൽ ജോലി ഉണ്ടായിരുന്നു സംഗീത അധ്യാപികമാരായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു മാസത്തെ പഠിത്തത്തിന് 114, അതായത് മലയാളം വർഷം എനിക്ക് ഓർമ്മയുള്ളൂ, മീനമാസത്തിൽ വെക്കേഷൻ സമയത്ത് ഞങ്ങൾ വന്നിരുന്നു. അപ്പം എനിക്കന്ന് മകളുണ്ട്, എനിക്കന്ന് 24 വയസ്സ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നക്ഷത്രവും വയസ്സും ഒക്കെ പറഞ്ഞപ്പോൾ കമലാക്ഷമ്മയ്ക്ക് അന്ന് 27 എന്ന് പറഞ്ഞു. അപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല, അരിപ്പാട്ടുന്നാണ് വന്നതൊക്കെ. അത് കഴിഞ്ഞ് 115 കന്നിയിലാണ് ഈ സ്വാതിരുനാൾ മ്യൂസിക് അക്കാഡമി ആദ്യമായിട്ട് ആരംഭിച്ചതും. അപ്പോൾ ഈ സ്കൂളുകളിൽ നിന്നാണ് ആദ്യം ഞങ്ങളെയൊക്കെ വിളിച്ചു, സ്റ്റൈഫൻ്റോടുകൂടെ പഠിച്ചു. അങ്ങനെ വന്നപ്പോൾ മലബാർ ഗോപാലനാർ കല്യാണമൊക്കെ കഴിച്ച് ഭാര്യയും ഭർത്താവായിട്ടാണ് വന്നത് പഠിക്കാനായിട്ട് വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പഠിത്തം തുടങ്ങി. വന്ന് ഒരു മാസം കഴിഞ്ഞപ്പം അതൊക്കെ ഛർദിൽ പോലൊക്കെ കടിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നു. ആ 115 കർക്കിടകത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ പ്രസവിച്ചു. അപ്പം എനിക്ക് എൻ്റെ മോൾക്ക് 7 വയസ്സൊക്കെ 9 വയസ്സായി, 7 വയസ്സായി കഴിഞ്ഞു, 8 കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരു ആൺകുഞ്ഞിനൊരു ആഗ്രഹം തോന്നിയ സമയമായിരുന്നു. അപ്പോൾ കമലാക്ഷമ്മയ്ക്ക് ആൺകുട്ടിയാണ് ഉണ്ടായത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ പിറന്നാളിന് ഈ കോവിലിൽ പോയി, പത്മനാഭസ്വാമി കോവിലിൽ. അപ്പോൾ അവിടെ ഇങ്ങനെ തൊട്ടിക്കകത്ത് ഒരു തൊട്ടിലിനകത്ത് ഇങ്ങനെ കൃഷ്ണൻ കാല് കടിച്ച് കിടക്കുന്ന ഒരു കൊച്ചു ബൊമ്മകൾ. അപ്പം ഞാൻ അവിടെ വെച്ചാൽ എന്താ ഇത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ആൺകുട്ടികളുണ്ടാകാൻ സ്ത്രീകൾ വഴിപാട് നേരുന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സ് വിചാരിച്ചു, തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നതിന് മുമ്പ് എനിക്കൊരു ആൺകുട്ടി ഉണ്ടായാൽ ഞാനിങ്ങനെ തൊട്ടിയും പിള്ളേയും നടക്കി വയ്ക്കാറുണ്ട്. അങ്ങനെ എനിക്കും അപ്പം 115 കന്നിയിൽ കർക്കിടകത്തിൽ കാർത്തിക നക്ഷത്രത്തിലും കർക്കിടകം ചിങ്ങം കന്നിയിലെ വൃശ്യം 28-ാം തീയതി രോഹിണി നക്ഷത്രത്തിൽ എൻ്റെ മോൻ രാജനും. അപ്പോൾ ഇത്രയും മാസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. 10 മാസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ മുത്തയ്യസ്വാമിയാണ് പ്രിൻസിപ്പൽ. അപ്പോൾ 2 പേരും 2 ആൺകുട്ടികൾ ജനിച്ചു. അതൊരു പുതുമയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ലേ. ഞാൻ അവനെ ഗർഭമുള്ളപ്പം തലേന്ന് വരെ പോയി. ഞങ്ങൾ 2 പേരും ഇവരെ വയറ്റിട്ടുണ്ടാണ് പഠിച്ചത്. ഇവർ വയറ്റി കിടന്നേ പാട്ട് പഠിത്തം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മോൻ ഡോക്ടറായി പോയി. അവന് പക്ഷേ പാട്ട് വലിയ ഇഷ്ടമായിരുന്നു. അവന് പാട്ട് പഠിച്ചാൽ മതിയായിരുന്നൊക്കെ ചിലപ്പോൾ പറയും. അങ്ങനെ അതിനാ മോളെ പാട്ട് പഠിപ്പിച്ചത്. അതൊരു കഥ. അങ്ങനെ ഇപ്പോൾ മുത്തയ്യസ്വാമി കുഴന്തകളെ കുത്തൂക്കിയിട്ട് പാക്കട്ടും എന്ന് പറഞ്ഞ് ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി, കൊച്ചു കുഞ്ഞുങ്ങൾ. അപ്പോൾ അങ്ങേരെ പഞ്ചാര നുള്ളി നാക്കിലിട്ട് കൊടുത്തു, ഓരോ വെള്ളിത്തുട്ടും കൈ കൊടുത്ത് നന്നാ പാടണം, അക്കാഡമി പ്രദേശത്തെ മാതിരി പാടണം ഇങ്ങനെ അങ്ങനെ അനുഗ്രഹിച്ചു. പക്ഷേ അത് സഫലമായത് രാധാകൃഷ്ണനാണ്. എൻ്റെ മോൻ ഒരു ഡോക്ടറായി അങ്ങനെ അങ്ങ് പോയല്ലോ. അപ്പോൾ ആ മോൻ്റെ ഒരു സ്ഥാനത്ത് ഉള്ള മോനാണ്. അപ്പോൾ എനിക്കിനി വരാതിരിക്കാൻ ഒക്കത്തില്ല. തിരുവനന്തപുരത്ത് താമസമായില്ല. ഇന്നിപ്പോൾ എൻ്റെ അമ്മയ്ക്ക് തീരെ നടക്കാൻ വയ്യ. മുഴുവൻ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. എനിക്കൊരു വ്യത്യാസമില്ല. ഈ സമാഗമത്തിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് അമ്മ വന്നത്. രാധാകൃഷ്ണൻ ഓർമ്മയുള്ളപ്പോൾ അമ്മ സിനിമ നടിയാണോ അതോ അതിന് മുമ്പുള്ള നാടകത്തിലുള്ള എനിക്ക് ഓർമ്മയുണ്ട്, ചെറിയ ഓർമ്മയുണ്ട്. അച്ഛൻ്റെ പാട്ടൊക്കെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമായിരിക്കും, അച്ഛൻ്റെ പാട്ടിനെ കുറിച്ചൊക്കെ. പാടി നാടകത്തിന്. അതെ. ഈ ഭാഗവതർ ചവിട്ടാർമോണിയായിട്ട് വെളിയിലായിരിക്കുന്നത്. അപ്പോൾ ആദ്യം അവരുടെ ഈ മുളയെ ചുറ്റിയൊരു ഒരു കർട്ടന അത് അപ്പോൾ വെളിയിൽ നിന്ന് പാട്ട് അങ്ങോട്ട് തുടങ്ങും. പാടും ഹാർമോണിസ്റ്റ്. അപ്പോൾ മലബാർ എന്നോ പാടി ഞാൻ കേട്ട് കൃപാനിധി ഇവരെ പോലെ അങ്ങനെ കീർത്തനുണ്ടല്ലോ. അതാണ് എനിക്ക് എൻ്റെ ഓർമ്മ. അല്ല, അപ്പോൾ അത് കഴിയുമ്പോൾ മുളയിൽ ഇങ്ങനെ കൈ പിടിച്ചോണ്ട് നായകൻ അതിൻ്റെ അനുപല്ലവി എന്നിട്ട് സ്വരം പാടി പ്രവേശിക്കുന്നത്. 1 മുക്കാൽ മണിക്കൂർ 1 മണിക്കൂർ അതിന് പോകും.
അപ്പം അമ്മയുടെ സമാഗമത്തിന് രാധാകൃഷ്ണൻ ചേട്ടൻ വരാതിരുന്നതിൻ്റെ അത് മധുരമായ പകരം വീട്ടിൽ കൂടിയാണ് അമ്മയുടെ വരവ്. പക്ഷെ അതുകൊണ്ടല്ല, എന്നാലും ഇത് കാണുന്ന പ്രേക്ഷകനും നമുക്കും എല്ലാം ഒരുപാട് സന്തോഷമായി അമ്മ വീണ്ടും ഇതിനു വേണ്ടി വന്ന്. ഇനിയും ഇതുപോലെ പ്രോഗ്രാമുകൾക്ക് വരാനുള്ള ആയുസ്സും ആരോഗ്യമൊക്കെ ദൈവം തരട്ടെ എന്നാണ് ഞങ്ങളുടെ ഇനിയുമുള്ള പ്രാർത്ഥന.